86 മണ്ഡലങ്ങളിലാണ് CPM ഇത്തവണ മത്സരിക്കുന്നത്. ഇതിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന 75 പേരുടെയും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന 6 പേരുടെയും പേരുകളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ശേഷിക്കുന്ന 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങളെന്ന് നോക്കാം. നോക്കൂ, പാലക്കാട്, തിരൂർ, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി ഇങ്ങനെ പോകും. അതായത് പ്രഖ്യാപിക്കുന്ന സീറ്റുകൾ ഇതാണ്: പാലക്കാട്, തിരൂർ, ഒപ്പം കോട്ടക്കൽ, കൊടുവള്ളി, കൊണ്ടോട്ടി. ഇതിൽ കോട്ടക്കൽ സീറ്റ് കഴിഞ്ഞ തവണ NCP മത്സരിച്ചതാണ്. പക്ഷേ ഇത്തവണ ആ സീറ്റ് CPM ഏറ്റെടുക്കുകയാണ്. പകരം അവർക്ക് മലപ്പുറം നൽകും. ഇതാണ് സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 5 ഇടങ്ങൾ: പാലക്കാട്, തിരൂർ, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി എന്ന സീറ്റുകൾ. അതായത് ഈ സീറ്റുകളിൽ പൊതു സ്വതന്ത്രരെയും സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവുമാണ് CPM നടത്താൻ ഒരുങ്ങുന്നത്. ഇതിൽ പാലക്കാട് ഒഴികെയുള്ള സീറ്റുകളിൽ കാര്യമായൊരു ഫൈറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. കൊടുവള്ളി ഒരു ഫാക്ടറാണ്. കൊടുവള്ളിയിൽ കഴിഞ്ഞ തവണയും കാരാട്ട് റസാക്കിനെ നിർത്തിയുള്ള പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ കൊടുവള്ളി ഒരു ഫാക്ടറാണ്. കൊടുവള്ളിയും പാലക്കാടുമാണ് ഇതിൽ പ്രധാനം. ബാക്കിയൊക്കെ ലീഗിൻ്റെ ഒരു കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കുന്നതിനപ്പുറം ഒരു വിജയ പ്രതീക്ഷ ഒരു പക്ഷേ അവർ മുന്നിൽ കാണുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാലക്കാട് സീറ്റ് നിർണായകമാണ്. പാലക്കാടിൽ ആര് സ്ഥാനാർത്ഥിയാകും? അല്പസമയം മുമ്പ് TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ അവിടെ ഒരു സ്വതന്ത്രനായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആരും കരുതപ്പെട്ട മുഖമായിരിക്കില്ല CPMൻ്റെ മനസ്സിലുള്ളത്. അവിടെ ഒരു സസ്പെൻസ് ഉണ്ട്. പാലക്കാട് ആരെയാണ് CPM കളത്തിലിറക്കാൻ പോകുന്നതെന്ന്. കാരണം രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു നീക്കം കൂടിയാണ് മാറുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നീക്കം എന്താണ്? കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കും? ഷാഫി പറമ്പിൽ തന്നെ അവിടേക്ക് വരുമോ, അതല്ലെങ്കിൽ മറ്റു മുഖങ്ങൾ ഉണ്ടാകുമോ? ഒപ്പം BJPയുടെ നീക്കം ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രനെ പാലക്കാട് കളത്തിലിറക്കുന്നു എന്നതാണ് സാഹചര്യം. കൊടുവള്ളി ഒരു ബിഗ് ഫൈറ്റ് പലപ്പോഴും CPM നടത്തിയിട്ടുള്ള ഇടമാണ്, സ്വതന്ത്രന്മാരെ കളത്തിലിറക്കിക്കൊണ്ട്. അതുകൊണ്ട് കൊടുവള്ളിയും ഇത്തവണ വളരെ ഫാക്ടറാണ്. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളിലെയും CPM നീക്കം നിർണായകമാണ്. അത് ഇപ്പോഴും ഒരു സസ്പെൻസായി തന്നെ നിൽക്കുന്നു എന്നതാണ്. ആരൊക്കെയാണ് ഇത്തവണ CPMൻ്റെ പൊതു സ്വതന്ത്രർ എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, CPM ഇത്തവണ കളത്തിലിറക്കുന്ന പൊതു സ്വതന്ത്രർ ഇവരൊക്കെയാണ്. അതായത് വി അബ്ദുൾ റഹ്മാൻ നിലവിൽ മന്ത്രിയാണ്, സ്പോർട്സ് കായിക മന്ത്രിയാണ്. അദ്ദേഹം താനൂരിൽ നിന്നാണ് മത്സരിച്ചത്. ഇത്തവണ മണ്ഡലം മാറുമെന്ന സൂചനയുണ്ടായിരുന്നു, മാറുന്നില്ല. താനൂരിൽ തന്നെ വി അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്നു. PT റഹിമം കുന്നമംഗലത്ത് അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. KT ജലീൽ മത്സരിക്കാനില്ല എന്ന് പലവട്ടം അദ്ദേഹം നേരിട്ടും അല്ലാതെയും ഒക്കെ പങ്കുവച്ചു. പക്ഷേ ജലീൽ തന്നെ താനൂരിൽ സ്ഥാനാർത്ഥി എന്ന വ്യക്തതയുണ്ടാകുന്നു. സുജിത്ത് വിജയൻപിള്ള ചവറയിൽ. സുജിത്ത് വിജയൻപിള്ളയെ മാറ്റി ഇത്തവണ മറ്റു ചില പരീക്ഷണം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ സുജിത്ത് തന്നെയാണ് അവിടെ വിജയസാധ്യത എന്ന് CPM വിലയിരുത്തുന്നു. അങ്ങനെ ചവറയിൽ സുജിത്ത് വിജയൻപിള്ള തന്നെ. നിലമ്പൂരാണ് ശ്രദ്ധേയം. U ഷറഫലി എന്ന കായിക താരത്തെ കളത്തിലിറക്കുന്നു. നിലമ്പൂരിൽ അത്തരമൊരു പരീക്ഷണം. ഒപ്പം വേങ്ങരയിലെ നീക്കം കൂടി ശ്രദ്ധേയമാണ്. മുഹമ്മദ് സബാഹ് കുണ്ടുകുഴിക്കൽ വേങ്ങരയിൽ സ്ഥാനാർത്ഥിയാകുന്നു. വേങ്ങരയിൽ ഇത്തവണ കുഞ്ഞാലിക്കുട്ടി മാറി മറ്റൊരു മണ്ഡലം തെരഞ്ഞെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നീക്കവും വളരെ പ്രധാനപ്പെട്ടതായി കൂടി മാറുകയാണ്. അതാണ് സാഹചര്യം. അപ്പോൾ പൊതു സ്വതന്ത്രർ അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ പൊതു സ്വതന്ത്രരുടെ ലിസ്റ്റിലേക്ക് കടന്നു വരികന്നു എന്നതാണ് സാഹചര്യം. ഇനി വേഗത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇത്തവണ MLA-മാരായിരുന്നിട്ട് മത്സരിക്കാതെ പോകുന്നത് ആരൊക്കെ എന്ന കാര്യം കൂടി. അവരുടെ കണക്ക് നോക്കുമ്പോൾ 5 പേരാണ് ലിസ്റ്റിൽ വരുന്നത്. അതിലൊന്ന് MM മണിയാണ്. MM മണിക്ക് ഇത്തവണ സീറ്റില്ല. പകരം ഉടുമ്പൻ ചോലയിൽ മത്സരിക്കുന്നത് KK ജയചന്ദ്രനാണ്. അതായത് ഇത്തവണ മത്സരിക്കാത്ത MLA-മാരുടെ ലിസ്റ്റിൽ ഒന്നാമൻ MM മണിയാണ്. പകരം അദ്ദേഹം MM മണിക്ക് പകരം KK ജയചന്ദ്രൻ, ഉടുമ്പൻചോലയുടെ മുൻ MLA കൂടിയായ KK ജയചന്ദ്രനായിരിക്കും അവിടെ മത്സരിക്കുക. M മുകേഷ് മത്സരിക്കുന്നില്ല. പകരം S ജയമോഹൻ കൊല്ലത്ത് മത്സരിക്കുന്നു. കൊല്ലത്തേക്ക് വരുമ്പോൾ അവിടെ മുകേഷ് മത്സരിക്കുന്നില്ല. പകരം S ജയമോഹൻ മത്സരിക്കും. അതാണ് തീരുമാനം. കൊല്ലത്ത് മാറ്റമുണ്ടാകുന്നു. അടുത്തത് പൊന്നാനി സീറ്റാണ്. പൊന്നാനി സീറ്റിൽ ഒരു ടേം മാത്രം MLA ആയ വ്യക്തിയെ മാറ്റുകയാണ്. പൊന്നാനിയിൽ ഒരു ടേം മാത്രമായിരുന്ന P നന്ദകുമാറിനെ മാറ്റി ഇത്തവണ അവിടെ MK സക്കീർ ആണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. മുൻ PSC ചെയർമാൻ കൂടിയായ MK സക്കീർ ഇത്തവണ സ്ഥാനാർത്ഥിയാവുന്നു എന്നാണ് സാഹചര്യം. അടുത്തത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു MLA. പക്ഷേ അദ്ദേഹത്തെ മാറ്റി. പകരം ഏറെ വിവാദമായൊരു തീരുമാനമെന്ന് പറയാം. PK ശ്യാമള, അദ്ദേഹത്തിൻ്റെ പത്നി കൂടിയായ PK ശ്യാമള ഇത്തവണ തളിപ്പറമ്പിൽ മത്സരിക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊരു സീറ്റ് മണലൂരാണ്. മണലൂരിൽ മുരളി പെരുന്നെല്ലിയെ മാറ്റുകയാണ് ഇത്തവണ. പകരം C രവീന്ദ്രനാഥാണ് അവിടെ മത്സരിക്കുന്നത്. C രവീന്ദ്രനാഥ് വളരെ പരിചിത മുഖമാണ്, വളരെ പേരുള്ള വ്യക്തി കൂടിയാണ്. പാർട്ടിക്കും അപ്പുറമുള്ള CPM കേന്ദ്രങ്ങൾക്കും അപ്പുറമുള്ള വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള
സി രവീന്ദ്രനാഥിനെ മുരളി പെരുന്നെല്ലിക്ക് പകരം അവിടെ കൊണ്ടുവരുന്നു എന്നതാണ് സാഹചര്യം. ഇതാണ് ഇത്തവണ CPM-ന്റെ മത്സരിക്കുന്നില്ലാത്ത സ്ഥാനാർത്ഥി MLA-മാർ എന്നതാണ് സാഹചര്യം. എന്തായാലും CPM-ന്റെ രാഷ്ട്രീയം എന്താണ്, CPM ഇനി ഉദ്ദേശിക്കുന്ന പ്രചരണ തന്ത്രം എന്ത് എന്നതുകൂടി നമുക്ക് നോക്കാം. DV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും നേരത്തെ ഒരുങ്ങുക എന്നതാണ് CPM-ൻ്റെയും CPI-യുടെയൊക്കെ ഒരു പതിവ് രീതി. ഇത്തവണയും അത് മാറ്റമുണ്ടായില്ല. വളരെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപനമൊക്കെ നടത്തി. PK ശ്യാമള മാറ്റപ്പെടുമോ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. എന്താണ് ഇനി CPM-ൻ്റെ അങ്ങോട്ടുള്ള നീക്കം? പ്രചരണം മുഖ്യമന്ത്രി നയിക്കുമെന്ന് ഉറപ്പുമാണ്. മറ്റെന്തെങ്കിലും ക്യാമ്പയിൻ, കാരണം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും ഫലപ്രദമായ ക്യാമ്പയിൻ നടത്തണമല്ലോ. എന്താണ് CPM-ൻ്റെ പ്രചരണ തന്ത്രവും നീക്കങ്ങളും? സർക്കാരിന്റെ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രചരണ രംഗത്ത് പോകാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അവരുടെ ടാഗ് ലൈനൊക്കെ ഇതിനകം തയ്യാറായി കഴിഞ്ഞു. LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അത് ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് ദേശീയപാത വികസനമായാലും ആശുപത്രികളുടെ സൗകര്യം വികസനമായാലും അതുപോലെ തന്നെ മറ്റ് വികസന പദ്ധതികൾ, മേപ്പാടി ടൗൺഷിപ്പിൽ നിർമ്മിച്ച ലോക മാതൃകയിലുള്ള എന്ന് സർക്കാർ അവകാശപ്പെടുന്ന ടൗൺഷിപ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം, സ്കൂളുകളുടെ ഉന്നത നിലവാരം, കോളേജ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ച നേട്ടങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് ആശുപത്രികളുടെ സമഗ്ര വികസനം, അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇതെല്ലാം നടപ്പാക്കാൻ LDF അല്ലാതെ ആര് എന്നാണ് അവരുടെ ഒരു ടാഗ് ലൈൻ തന്നെ. അത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെയാകും മുന്നോട്ട് പോവുക. മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട. സ്വാഭാവികം പ്രതിപക്ഷം സർക്കാരിനെതിരെ, പ്രതിപക്ഷവും BJP ഒക്കെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അവിടെയെല്ലാം അതിന് മറുപടി പറഞ്ഞു തന്നെ പോകണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വന്നേക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും അധികം ശക്തമായി എതിർക്കപ്പെട്ട ചോദ്യം ഉന്നയിക്കപ്പെട്ട CPM ഉന്നയിക്കപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് പത്മകുമാറിനെ ജയിലിലായിട്ടും ഒഴിവാക്കുന്നില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന ചോദ്യമാണ്. അതിനുള്ള മറുപടിയായി കൂടി ഇന്ന് പത്മകുമാറിനെ പുറത്താക്കാൻ CPM തീരുമാനമെടുത്തേക്കാം. അങ്ങനെ മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് പരമാവധി അവിടേക്ക് എത്താതെ വികസനത്തിനും ക്ഷേമത്തിനും ആ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞുകൊണ്ട് അതിന് പരമാവധി വോട്ട് നേടുക. 56 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നുണ്ട്. ആ സിറ്റിംഗ് MLA-മാർ അവിടെ തുടർച്ച ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. പിന്നീട് 56 കഴിഞ്ഞാൽ പിന്നീട് 16 സീറ്റും കൂടി വേണം. ഈ 56 നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ അത് തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിൽ പോലും 56 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നുണ്ട്. അവർ ആ മണ്ഡലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ സിറ്റിംഗ് MLA-മാർ മാറിയ മണ്ഡലങ്ങളിലും പരിചയസമ്പന്നരും പുതുമുകളുമായ ഒരു നിരയെ CPM ഇറക്കുന്നുണ്ട്. അവിടെ വിജയിച്ചു വരാമെന്ന് കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടാകും ഇടതുമുന്നണി മുന്നോട്ട് പോവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണം നയിക്കും. അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിലും അദ്ദേഹം സംസ്ഥാനം മൊത്തത്തിൽ നടന്നുള്ള പ്രചരണം അദ്ദേഹം ഏകോപിപ്പിക്കും, അത് നേതൃത്വം നൽകും. കഴിഞ്ഞ തവണയൊക്കെ VS അച്യുതാനന്ദൻ നേതാവ് അദ്ദേഹം പ്രചരണത്തിനിടയിൽ പോലും VS-ന്റെ ഒരു നിശബ്ദ സാന്നിധ്യം ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ നേതാവ് CPM-ന് ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ VS ഇന്നില്ല. VS പരിചയശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. VS എന്ന നേതാവില്ലാതെ CPM ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ നേരിടുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടും. കോടിയേരി ബാലകൃഷ്ണൻ നമുക്കറിയാം ആ രീതിയിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു ക്രൈസിസ് മാനേജറായി മുന്നണിക്ക് വേണ്ടി ഇറങ്ങുന്ന നേതാവാണ്. ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ വരുമ്പോൾ അതിന് ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ വാക്കിലുള്ള മറുപടിയിലൂടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. മുന്നണിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിമത നീക്കങ്ങളുണ്ടാകുമ്പോൾ അവിടേക്ക് ഇടപെടുന്ന വലിയൊരു ഡിപ്ലോമാറ്റിന്റെ ചുമതല കൂടി നിർവഹിച്ചിരുന്ന നേതാവാണ് കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യമുണ്ട്. സീതാറാം യെച്ചൂരി എന്ന ജനകീയനായ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. പ്രചരണ രംഗത്ത് ഒരു ദേശീയ തലത്തിൽ നിന്ന് എടുത്തു കാട്ടാൻ കഴിയുന്ന ഒരു ദേശീയ തലത്തിൽ വന്നു നിൽക്കുന്ന ഒരു നേതാവ് ആ യെച്ചൂരിയുടെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ നിരവധി ന്യൂനതകളുണ്ട്. പക്ഷെ എല്ലാം മറികടക്കാൻ പിണറായി വിജയൻ എന്ന ഒറ്റ പേരിലേക്ക് CPM ഒതുങ്ങുകയാണ്. ഇടതുമുന്നണി ഒതുങ്ങുകയാണ്. സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയൻ തന്നെയാകും. അദ്ദേഹം തന്നെയാകും ഈ പ്രചരണ അജണ്ട നിശ്ചയിക്കുക. അദ്ദേഹം തന്നെയാകും മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയർന്നു വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് മറുപടി പറയുക. അദ്ദേഹം തന്നെയാകാം തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുക. അദ്ദേഹത്തെ പൂട്ടാൻ UDF നീക്കം അദ്ദേഹത്തെ മണ്ഡലത്തിൽ തള്ളച്ചിലാണ് UDF നീക്കം നടത്തിയേക്കാമെന്ന് CPM മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പിണറായി തന്നെ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ക്യാപ്റ്റൻ ഈ LDF അല്ലാതെ ആര് എന്ന ചോദിക്കും പോലെ പിണറായി അല്ലാതെ ആരെന്ന ചോദ്യം കൂടി CPM മുന്നിലുണ്ട്. മറ്റാരുമില്ല അത്തരത്തിൽ ഒരു പ്രചരണം നയിക്കാൻ, ഇടതുമുന്നണിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ. പിണറായി വിജയൻ എന്ന ഒറ്റ പേര് MAB ജനറൽ സെക്രട്ടറി ഉണ്ട്, മറ്റ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനുണ്ടെങ്കിൽ എങ്കിൽ പോലും
പിണറായി പോലെ ഒരു കൗട്ട്പിള്ളറായ പിണറായിയെ പോലെ ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി വരാൻ കെൽപ്പുള്ള, രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ കെൽപ്പുള്ള, എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശക്തിയുള്ള നേതാവ് മറ്റാരുമില്ല എന്നൊരു പ്രശ്നം കൂടി ഇടതുമുന്നണിക്ക് നേരിടുന്നുണ്ട്. പിണറായി വിജയനെ ചുറ്റിപ്പറ്റുന്നതിനാകും ഇടതുമുന്നണിയുടെ സാധ്യതകളും തുടർഭരണത്തിൽ ഹാട്രിക് എന്ന വലിയ സ്വപ്നവുമൊക്കെ സഹിക്കാം. യെസ്, അതാണ് സാഹചര്യം. അരുൺ സൂചിപ്പിച്ചതുപോലെയാണ് ഇത്തവണ വളരെ പ്രധാനപ്പെട്ട നീക്കമുണ്ടാവുന്നത്. വി.എസ്. അച്യുതാനന്ദനില്ല, കോടിയേരി ബാലകൃഷ്ണനില്ല. അപ്പോൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണമെന്നാണ്. പിണറായി നയിക്കുമെന്ന് പറയുമ്പോഴും ഇവരുടെ സാന്നിധ്യം മുന്നണിക്ക് നൽകുന്ന ഒരു കരുത്ത് വേറെയായിരുന്നു. അപ്പോൾ ഇത്തവണ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അരുൺ തുടരുക. ഈ ഇടതുമുന്നണിയിൽ കോവളം, തിരുവനന്തപുരം സീറ്റുകളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. ആന്റണി രാജുവിന് പകരം ആര് എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. CPM ഈ സീറ്റ് ഏറ്റെടുക്കുമോ? അതിൽ സാധ്യത കുറവ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.